MES College of Engineering and Technology കുന്നക്കര, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. പറവൂർ ഗോതുരുത്ത് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് നവജ്യോതി കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ തീവ്ര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗോതുരുത്ത് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് നവജ്യോതി കുടുംബ യൂണിറ്റും കാരുണ്യ സർവീസ് സൊസൈറ്റിയും പാലാരിവട്ടം ചൈതന്യ ഹൈ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ തീവ്ര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗോതുരുത്ത് മുസ്ലിം സ്റ്റേജിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഗോതുരുത്ത് ഫെറോന വികാരി ഡോക്ടർ ഫാദർ ആന്റണി ബിനോയ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ഉള്ളവരായിട്ട് മാറി വന്നിട്ടുണ്ട്, കണ്ണിന് കാഴ്ച കൂടി വന്നു വരും. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, വികാസിനെ ഇപ്പോൾ കണ്ടിട്ട് അങ്ങനെ സൂപ്പറായിട്ട് തോന്നണില്ലേ എന്ന് ചോദിച്ചു. അവൻ അച്ഛൻ നേരത്തെ ഒരു ചെറിയ മൂഡിലേക്ക് ഉണ്ടായി, അച്ഛനക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വികാസിനെ കാണാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ നല്ലൊരു ഞാൻ ആ ബോഡി നോക്കിയിരുന്നു. നല്ലത് കാണുക, നന്നായി കാണുക, നല്ലൊരു ടൈറ്റിലാണ്. നല്ലത് കാണുക, നന്നായി കാണുക. നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച വേണം, കാഴ്ച മാത്രമല്ല തെളിച്ചം വേണം, കൂടുതൽ തെളിച്ചം വേണം. അപ്പോൾ നല്ലത് കാണാനും നന്നായി കാണാനുള്ള വലിയൊരു കഴിവ് നമുക്ക് ലഭിക്കും. ഈ കാഴ്ച എന്ന് പറയുന്നത് അത് നന്മയാണ്, ഒത്തിരിയേറെ കൃപകൾ നിറഞ്ഞതാണ്, അല്ലേ? അപ്പോൾ ഒരു നല്ലൊരു കാഴ്ചയും നല്ലൊരു തെളിച്ചവും നമുക്കുണ്ടാകട്ടെ. ഒപ്പം തന്നെ നമ്മുടെ സർവീസ് സൊസൈറ്റിയുടെ പേര് തന്നെ കാരുണ്യം എന്നാണ്, അല്ലേ? കാരുണ്യമുള്ള സേവനങ്ങളാണ് ഈ സർവീസ് സൊസൈറ്റി ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഒരു ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം. മാനവൈക്യം നാടിൻ്റെ നന്മയ്ക്ക്. നവജ്യോതി കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് ജോബ് MG അധ്യക്ഷനായി. കാരുണ്യ സർവീസ് സൊസൈറ്റിയും നവജ്യോതി കുടുംബ യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മളിന്നിവിടെ ഈ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരുണ്യ സർവീസിൽ നടന്ന 3ാമത്തെ നേത്ര ക്യാമ്പാണിത്. പാലാരിവട്ടം ചൈതന്യ ഹൈ ഹോസ്പിറ്റലാണ് നമ്മളോട് സഹകരിക്കുന്നത്. ഇതുമൂലം നമ്മുടെ തിമിര ശസ്ത്രക്രിയ ക്യാമ്പും കണ്ണ് പരിശോധനയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കാരുണ്യ സർവീസ് സൊസൈറ്റി ഇങ്ങനെയുള്ള ക്യാമ്പുകൾ ഒരേ സ്ഥലങ്ങളിൽ വിവിധ സംഘടനകളായിട്ട് സഹകരിച്ച് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെ സഹകരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം നന്ദി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നീത സ്റ്റാലിൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വിപിൻ PG, ഷിപ്പി സെബാസ്റ്റ്യൻ, ചൈതന്യ ഐ ആശുപത്രി ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിജില, നവജ്യോതി കുടുംബ യൂണിറ്റ് മുൻ പ്രസിഡന്റ് ജോർജ് ബാസ്റ്റ്യൻ, കരുണ സർവീസ് സൊസൈറ്റി ഭാരവാഹികളായ ആന്റണി കോണത്ത്, മനോജ് കാട്ടിപ്പറമ്പിൽ, സിബി സ്റ്റീഫൻ, നവജ്യോതി കുടുംബ യൂണിറ്റ് മുൻ പ്രസിഡന്റ് ആന്റണി പുത്തമ്പുരക്കൽ, വൈസ് പ്രസിഡന്റ് റൂണ ജെപ്സൺ, ജോയിന്റ് സെക്രട്ടറി ശാലിനി ആന്റണി, ചൈതന്യ ഐ ആശുപത്രി ഫീൽഡ് ഓഫീസർ ഷാരോൻ പനക്കൽ, സ്റ്റാഫ് അംഗങ്ങളായ അഭിഷേക് വിജയകുമാർ, സിദ്ധാർത്ഥ് KV, ക്ലാൻസി P, സാം, ലിയ കുര്യൻ എന്നിവർ സംസാരിച്ചു. പല വിഭാഗങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ്റെ വിഭാഗമുണ്ട്, സാമൂഹ്യ പ്രവർത്തന വിഭാഗമുണ്ട്, അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും പ്രാർത്ഥനാ വിഭാഗമുണ്ട്. അപ്പോൾ അതിൽ സാമൂഹ്യ പ്രവർത്തന വിഭാഗം ഗോതുരത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കുടുംബ യൂണിറ്റ് ചെയ്യുന്നത്. അല്ലാതെ മറ്റ് സംഘടനകൾ ചെയ്യും, പക്ഷേ കുടുംബ യൂണിറ്റ് ആദ്യമായിട്ടാണ് അവരുടെ സാമൂഹ്യ പ്രവർത്തക സംഘടന, ആ പ്രവർത്തക കൂട്ടായ്മ, കുടുംബ യൂണിറ്റിൻ്റെ സാമൂഹ്യ പ്രവർത്തക കൂട്ടായ്മ ഇങ്ങനെയൊരു സംരംഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ സഹകരിച്ചിട്ടുള്ള കുറേ ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എല്ലാം